LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുപോലെ നമ്മൾ ഇടുന്ന വീഡിയോസോ കണ്ടന്റ്സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. LBSന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നാണ്, അതായത് 24/8/2024 LBSന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതുവരെയുള്ള എല്ലാ അലോട്ട്മെന്റുകളും ഉച്ചയ്ക്ക് ശേഷമാണ് പബ്ലിഷ് ആയത്. അതുകൊണ്ട് ഈ ഒരു അലോട്ട്മെന്റും ഇത് ഉച്ചയ്ക്ക് ശേഷം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ 29/8/2024 വരെ അലോട്ട്മെന്റ് ഫീസ്, അതായത് ടോക്കൺ ഫീസ് അടയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്ന് ആൾറെഡി ടോക്കൺ ഫീസ് അടച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട. പുതുതായി അഡ്മിഷൻ കിട്ടുന്ന അല്ലെങ്കിൽ പുതുതായി അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതിയാവും. ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ കോളേജ് ജോയിനിങ് ഇപ്പോഴല്ല, കോളേജ് ജോയിനിങ് മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് മൂന്നാമത്തെ അലോട്ട്മെന്റ് 31/8/2024 വരും. അതിനുശേഷം അലോട്ട്മെന്റ് മെമ്മോ നമ്മൾ ഓരോരുത്തരുടെയും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആവും. ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോ കൂടി എടുത്തിട്ടാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്ന കുട്ടികളാണെങ്കിലും അല്ല തേർഡ് അലോട്ട്മെന്റിൽ വരുന്ന കുട്ടികളാണെങ്കിലും ഈ 31-നും 6 അകത്ത് മാത്രം അഡ്മിഷൻ എടുത്താൽ മതിയാവും. പിന്നെ ധാരാളം കുട്ടികൾ കമന്റിൽ ചോദിച്ചൊരു കാര്യമാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്കിപ്പോൾ 6ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 7ാമത്തെ ഓപ്ഷൻ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി, അപ്പോൾ മുകളിൽ 5 ഓപ്ഷൻ കിടപ്പുണ്ട്, ഞാനത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഓപ്ഷൻ കൂടി ക്യാൻസൽ ആയി പോകുമെന്ന് ധാരാളം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ കോളേജസോ കോഴ്സസോ ഒരിക്കലും ക്യാൻസൽ ആയി പോകത്തില്ല. 2 കാരണങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് കിട്ടിയ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ക്യാൻസൽ ആവുകയുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ടോക്കൺ ഫീസ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് ഫീസ് അടയ്ക്കാതിരുന്നാൽ. രണ്ടാമത്തേത് നമ്മൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതിരിക്കുകയും ഈ ഹയർ ഓപ്ഷനിൽ അടുത്ത അലോട്ട്മെന്റ് വരികയും ചെയ്താൽ നമുക്ക് കിട്ടിയ അലോട്ട്മെന്റ് നഷ്ടപ്പെടാം. അല്ലാതെ ഒരിക്കലും നമുക്ക് കിട്ടിയ അലോട്ട്മെന്റ് നഷ്ടപ്പെടുമെന്ന് പേടിക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.